തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഐബി ഉദ്യോഗസ്ഥയായ മേഘയുടെ മരണത്തിൽ വിശദമായ അന്വേഷണത്തിന് ഒരുങ്ങുകയാണ് പോലീസ്. ഫോൺ കോൾ രേഖകൾ അടക്കം വിശദമായി പരിശോധിക്കും. ഇന്നലെ തിരുവനന്തപുരം ചാക്കയിലെ റെയിൽപാളത്തിലാണ് മൃതദേഹം കണ്ടെത്തിയത്. വി വിനോദ് വിവരങ്ങളുമായി ഒരിക്കൽ കൂടി ചേരുന്നു. വിനോദ്, 24 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ഉദ്യോഗസ്ഥ, അതും തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നല്ല രീതിയിൽ ജോലി ചെയ്യുന്ന ഐബി ഉദ്യോഗസ്ഥ ആത്മഹത്യ ചെയ്തു എന്നത് നമ്മളെയൊക്കെ വലിയ ഞെട്ടലുണ്ടാക്കിയിരുന്നു. എന്താണ് ഈ മരണത്തിലേക്ക് നയിച്ചതെന്നറിയാൻ പ്രധാനമായും ഒരു തെളിവ് ഫോണാണ്. പക്ഷെ ആ ഫോൺ ചിന്നിച്ചിതറുകയും ചെയ്തു. ഇപ്പോൾ എങ്ങനെ മുന്നോട്ട് പോകാനാണ് പോലീസ് ആലോചിക്കുന്നത്? ശ്രീജ, ഐബി ഉദ്യോഗസ്ഥ അവർ എമിഗ്രേഷൻ വിഭാഗത്തിലാണ് ജോലി ചെയ്തിരുന്നത്. 24 വയസ്സുകാരിയാണ്. പത്തനംതിട്ട സ്വദേശിയാണ് മേഘ. ഈ സുഹൃത്തുക്കളിൽ നിന്ന് പോലീസ് മനസ്സിലാക്കുന്ന ഒരു കാര്യം, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മാനസികമായ ചില ബുദ്ധിമുട്ടുകൾ, മാനസിക പ്രയാസം മേഘ പ്രകടിപ്പിച്ചിരുന്നു എന്നതാണ്. അത് എന്താണ് കാരണം എന്നത് സംബന്ധിച്ചുള്ള വിശദമായ പരിശോധന നടക്കേണ്ടതുണ്ട്. പത്തനംതിട്ട സ്വദേശിയായ മേഘ 1 വർഷം മുൻപാണ് ഈ സർവീസിൽ പ്രവേശിക്കുന്നത്, ജോലിയിൽ പ്രവേശിക്കുന്നത്. 24 വയസ്സായിരുന്നു. കഴിഞ്ഞ ദിവസം നൈറ്റ് ഡ്യൂട്ടി, രാത്രി ഡ്യൂട്ടി കഴിഞ്ഞ് രാവിലെ വീട്ടിലേക്ക്, അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് തന്നെ താമസിക്കുന്ന സ്ഥലത്തേക്ക് മടങ്ങിയതായിരുന്നു. പേട്ടയ്ക്കും ചാക്കയ്ക്കും ഇടയ്ക്കുള്ള സ്ഥലമാണ് അത്. പൊതുവെ അവിടെ അങ്ങനെ കുറച്ച് സ്ഥലങ്ങളൊക്കെ വിജനമായ സ്ഥലമാണ്, കാട് കയറിയ സ്ഥലമാണ്. പലപ്പോഴും ആത്മഹത്യകൾ അവിടെ ഇതിനു മുൻപ് നടന്നിട്ടുണ്ട്. ട്രെയിനിന് മുന്നിൽ ചാടിയുള്ള ആത്മഹത്യകൾ പലതും അവിടെ നടന്നിട്ടുണ്ട്. ഈ ട്രാക്കിലൂടെ മേഘ നടക്കുന്നത് കണ്ടവരുണ്ട്. ഈ ട്രെയിൻ വരുമ്പോൾ പാളത്തിന് കുറുകെ കിടന്നു എന്ന ചില മൊഴികളും പോലീസിന് ലഭിച്ചു. പക്ഷേ മൊബൈൽ ഫോൺ പൂർണ്ണമായും തകർന്നുപോയി, ചിന്നിച്ചിതറിപ്പോയി. അതുകൊണ്ട് തന്നെ അതിൽ നിന്നുള്ള വിവരങ്ങൾ, പ്രാഥമികമായ വിവരങ്ങൾ ശേഖരിക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഈ ഫോൺ കോൾ അടക്കമുള്ള കാര്യങ്ങൾ, ആരോടൊക്കെയാണ് സംസാരിച്ചിരുന്നതെന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. അതിനുള്ള നടപടികളുമായി പോലീസ് മുന്നോട്ട് പോവുകയാണ്. പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയാകും ഇത്തരം നടപടികളിലേക്ക് കടക്കുക. ഏതായിരുന്നാലും പോസ്റ്റ്മോർട്ടം നടപടി പൂർത്തിയായി അത് ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുന്ന കാര്യങ്ങളോടൊപ്പം അത് ഒരു ഭാഗത്ത് നടക്കുമ്പോൾ തന്നെ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതിൽ പ്രധാനം മൊബൈൽ ഫോണാണ്. മറ്റൊന്ന് സുഹൃത്തുക്കളുടെ മൊഴിയാണ്. എന്ത് കാര്യത്തിനാണ് ഈ മാനസിക പ്രയാസം അനുഭവിച്ചിരുന്നതെന്ന അടക്കമുള്ള കാര്യങ്ങൾ ഈ സഹപ്രവർത്തകരോട് ചോദിച്ച് മനസ്സിലാക്കാനാണ് പോലീസ് ശ്രമിക്കുന്നത്. പത്തനംതിട്ടയിൽ റിട്ടയർഡ് ഉദ്യോഗസ്ഥന്റെ മകളാണ് മേഘ. 24 വയസ്സുകാരിയായിരുന്നു. ഏതായിരുന്നാലും ഇന്ന് ഈ കേസിൽ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ശ്രീജ, വിനോദാണ് വിവരങ്ങൾ നൽകിയത്.